ഇതാണ് കാൽവരി വ്യൂ പോയിന്റ്. ഈ കാണുന്ന പ്രദേശങ്ങളെല്ലാം ഇടുക്കി റിസർവോയറിന്റെ ഭാഗങ്ങളാണ്. ഹലോ, നമസ്കാരം. എല്ലാവർക്കും 777 ജാക്ക് ജോൺസിന്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കട്ടപ്പന ഇടുക്കി റോഡിലൂടെയാണ്. ഇടുക്കി കാണാൻ എത്തുന്നവരൊക്കെ ഒരുപാട് പേര് മിസ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. എന്നാൽ ഒരിക്കലും മിസ് ചെയ്യാൻ സാധ്യതയില്ലാത്ത കുറേയേറെ മെമ്മറീസ് സമ്മാനിക്കാൻ കഴിയുന്ന ഒരു എക്സലൻറ്റ് വ്യൂ പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും ഏകദേശം 1 കിലോമീറ്റർ കൂടിയുള്ളൂ കേട്ടോ നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസ് ആയിട്ടുള്ള കാൽവരി മൗണ്ടിലേക്ക്. അത്യാവശ്യം സ്റ്റീപ്പായിട്ടുള്ള ഒരു റോഡാണ്. ഞങ്ങൾ എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് നടക്കാൻ തീരുമാനിച്ചു. ഇടുക്കിയിലെ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള കാൽവരി മൗണ്ടിലേക്ക് കുറച്ചധികം നടക്കാനുണ്ട്. ഇവിടെ നിന്ന് കുട്ടികളെല്ലാം അതിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഏകദേശം 10-15 മിനിറ്റ് നടക്കാനുണ്ട്. വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരു റോഡാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ദേ ഈ വഴിയൊന്ന് നോക്കിയേ, നീണ്ടു തീർന്ന് കിടക്കുകയാണല്ലേ. പണ്ട് കാലത്ത് വാഹനങ്ങളൊന്നും പോകാത്ത ഒരു വഴിയായിരുന്നു ഇത്. ഇന്നെന്തായാലും കാൽവരി മൗണ്ടിൻ്റെ മുകളിലേക്ക് വരെ വാഹനങ്ങളൊക്കെ എത്തും. ഒരു ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരി ഇടുക്കി റിസർവോയറിൻ്റെ ഒരു പരിപൂർണ കാഴ്ച ആസ്വദിക്കാനായിട്ട് ഒരുപാട് സന്ദർശകരാണ് ഈ വഴി വരുന്നത്. നടന്നു പോകുന്നതുകൊണ്ടുള്ള ഗുണങ്ങളാണ് ഇതൊക്കെ. ഇനി കാൽവരി മൗണ്ടിന് മുകളിൽ നിന്നുള്ള കാഴ്ച ആസ്വദിക്കുന്നതിന് മുമ്പായിട്ട് ഈ പോകുന്ന വഴിയിലുള്ള ഒന്നും ഞങ്ങൾ മിസ് ചെയ്യുന്നില്ല. ഈ വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് റോഡ് സൈഡിൽ ഒരു കപ്പൽ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കരിങ്കല്ലിൽ തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണത്. അടുത്ത തവണ എന്തായാലും ഈ വഴിക്കൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറിയിട്ടുണ്ടാവും. നടന്ന് നമ്മൾ എത്താറായി തുടങ്ങി. ക്ലൈമറ്റ് ഗുഡായതുകൊണ്ട് ആർക്കും വലിയ ക്ഷീണമൊന്നും തോന്നുന്നില്ല. അങ്ങനെ ഒരു 10-20 മിനിറ്റ് നടന്നതിന് ശേഷം നമ്മൾ എത്തിയിരിക്കുകയാണ്. എക്കോ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും വനസംരക്ഷണ സമിതിയും ചേർന്ന് സഞ്ചാരികൾക്കായിട്ടുള്ള ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു ഇവിടെ കാൽവരി മൗണ്ടിൽ. ഇനി എന്താ ഇവിടെ കാണാനില്ലെന്നല്ലേ? ഇവിടെ ഈ മായാജാല കാഴ്ച കാണാൻ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള കാലമാണ് ഏറ്റവും അനുയോജ്യമായത്. ആ സമയത്താണ് എല്ലാ ഭംഗിയും സന്ദർശകർക്കായി ഒരുക്കി കാൽവരി മൗണ്ട് ഇവിടെ കാത്തിരിക്കുന്നത്. ഇത്രയും വഴിയൊക്കെ നടന്ന് നമ്മളിവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ കാലാവസ്ഥ പെട്ടെന്ന് അങ്ങോട്ട് മാറിയ പോലെയാണ്. നല്ല വിശാലമായിട്ടുള്ള ഒരു ഗാർഡൻ,
നല്ലൊരു തണുത്ത കാറ്റും നമ്മളിവിടെ വെൽക്കം ചെയ്യുന്നുണ്ട്. ഇതിലൂടെ നടന്നിട്ടാണ് നമ്മൾ വ്യൂ പോയിന്റ് കാഴ്ചകളിലേക്ക് എത്തുന്നത്. ഇവിടെ നിന്നും ഏകദേശം 7 കിലോമീറ്ററൊക്കെ ഉള്ളൂ ഇടുക്കി അണക്കെട്ടിലേക്ക്. അപ്പോൾ ഇടുക്കി ചെറുതോണി അണക്കെട്ട് തുറന്നു കൊടുക്കുന്ന സമയം സന്ദർശകർക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ആ സമയം നോക്കിയിട്ട് വേണം ഈ കാൽവരി മൗണ്ട് കൂടി ഉൾപ്പെടുത്തി ഒരു യാത്ര പ്ലാൻ ചെയ്യാൻ. മനസ്സിൽ സന്തോഷം ഉണ്ടായാലും ദുഃഖം ഉണ്ടായാലും ആശ്ചര്യം ഉണ്ടായാലും ഒക്കെ മലയാളികളെ തലയ്ക്ക് കൈയും വെച്ച് ഒരു വാക്ക് പറയും, ഓ എൻ്റെ അമ്മോന്ന്. എന്നാൽ ഇതുപോലും പറയാൻ വാതുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഒറ്റ നോട്ടത്തിൽ ദേ ഇവിടെ നിന്ന് ഈ ഒരു കിടിലൻ കാഴ്ച കാണുമ്പോൾ. മൂലമറ്റം പവർ ഹൗസിൽ വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടി പെരിയാറിലെ വെള്ളം ഇവിടെയുള്ള റിസർവോയറിലാണ് സംഭരിക്കുന്നത്. ഇവിടെ എപ്പോഴും സഞ്ചാരികളുടെ തിരക്ക് തന്നെയാണ്. എന്നാൽ മഴക്കാലത്തൊക്കെ വരികയാണെങ്കിൽ അത്യാവശ്യം സ്ലിപ്പറി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. വളരെ സൂക്ഷിച്ച് പ്രകൃതിയോട് അടുക്കേണ്ട ഒരു സ്ഥലം. പ്രകൃതിയെ നമുക്കറിയാം. പ്രകൃതി എന്ന ചിത്രകാരനെ അറിയണമെങ്കിൽ ആ സത്യം നേരിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആ പെയിൻറ്റിംഗ് ഒന്ന് കാണണം. ദേ ഇങ്ങോട്ട് വന്നാൽ മതി, കാൽവരി മൗണ്ടിന് മുകളിലേക്ക്. നാടെങ്കും ചുറ്റിത്തിരിഞ്ഞ് കളിച്ചു വരുന്ന നമ്മുടെ പെരിയാറിനെ പോലും ഞാനൊന്നും മിണ്ടുന്നില്ലേ എന്നുള്ള നിശ്ചല ഭാവത്തിലാണ് ഇവിടെ നിന്നും കാണുന്നത്. ഈ ഒരു ഹിൽ സ്റ്റേഷനിൽ 2 കോട്ടേജുകളുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധികാരത്തിലുള്ള 2 കോട്ടേജുകളാണ്. സിറ്റിയിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറിയോണ്ട് തന്നെ നൈറ്റ് സ്റ്റേ ഒക്കെ ആവശ്യമായിട്ട് വരുന്നവർക്ക് ഈ കോട്ടേജുകളിൽ സമീപിക്കാവുന്നതാണ്. എന്തായാലും ഓരോ സീസൺ അനുസരിച്ചും അതീവ സുന്ദരിയായിരിക്കും ഈ കാൽവരി മൗണ്ട് എന്നതിൽ തർക്കമില്ല. ഇടുക്കി റിസർവോയറിൻ്റെ ഒരു പാനോറമിക് വ്യൂ ആണ്. സറൗണ്ടിങ് ഏരിയയും അടിപൊളി. പിന്നെ ആണെങ്കിലോ നല്ല ക്ലൈമറ്റ്, നല്ല തണുത്ത കാറ്റും, ചിലപ്പോഴൊക്കെ ആനകളുടെ ചിന്നവിളിയും കേൾക്കാം. ഒരു 1 ഡേ പിക്നിക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ട് പോരുകയാണെങ്കിൽ പറ്റിയൊരു സ്ഥലമാണ്. സമയം പോകുന്നതേ അറിയില്ല ഇവിടുത്തെ കാറ്റേറ്റ് കിടക്കുമ്പോൾ. ഒരു ക്രിസ്ത്യൻ പിൽഗ്രിം പ്ലേസിൻ്റെ ഇമ്പോർട്ടൻസ് കൂടിയുള്ള ഈ ഒരു സ്ഥലത്തേക്ക് 50 നോമ്പിൻ്റെ സമയത്തൊക്കെ കുരിശിൻ്റെ വഴിയായിട്ട് ഒരുപാട് തീർത്ഥാടകരാണ് ഇവിടെ വരുന്നത്. അങ്ങനെ നമ്മൾ കാൽവരി ഹിൽ വ്യൂ എല്ലാം കണ്ട് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നടന്ന വഴിയെല്ലാം തിരിച്ചു പോകണ്ടേ. നമ്മുടെ ബാക്കി ഫാമിലി മെമ്പേഴ്സൊക്കെ നമ്മളെ നോക്കി താഴെ കാത്തിരിപ്പുണ്ട്.
പോകുന്ന വഴിക്ക് ഇടുക്കി ആർച്ച് ഡാമിന് മുകളിലേക്കൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ സമയം കുറവായതിനാൽ ഞങ്ങൾ ആ പദ്ധതി ഉപേക്ഷിച്ചു. എന്നാൽ ദേ കുറുവൻ കുറത്തി മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പണിത ആർച്ച് ഡാമിൻ്റെ ഒരു ഗംഭീര വ്യൂ ആണ്, ഒരു ഫുൾ വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ വയറും മനസ്സും നിറഞ്ഞ് തൽക്കാലത്തേക്ക് ഇടുക്കിയോട് വിട പറയുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. അങ്ങനെ അത്യാവശ്യം ടൂറൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി മഴയത്ത് ചീറിപ്പാഞ്ഞു പോകുന്ന KSRTC ബസ്സിനെയും നോക്കിക്കൊണ്ട് മാച്ചിന് പറയുകയാണെങ്കിൽ തങ്കപ്പ ചേട്ടൻ്റെ ചായക്കട അല്ലെങ്കിൽ ഏതോ ഒരു ചേട്ടൻ്റെ ചായക്കടയിൽ ചായയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. എന്തായാലും ഇനി കഥ തുടരുന്നില്ല. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് 777 @ ജാക്ക് ജോൺസ്.